Good afternoon. ഓക്കെ, നമ്മള് ക്വാളിറ്റി അഷുറൻസ് ആണ് ലാബ് എന്ന് പറയുന്നത് ചാപ്റ്ററില് എവിടെ വരെ എടുത്തു നിർത്തിയത്? HRM-ന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞത്? HRM-മായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ പറഞ്ഞത്? അത് കംപ്ലീറ്റ് ആയില്ലേ? അത് കംപ്ലീറ്റ് ആയിരുന്നില്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പോ ലാസ്റ്റ് രണ്ടെണ്ണമാണ് കേട്ടോ പറയുന്നത്. HRM കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. അപ്പൊ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. എത്ര സമയം നമ്മൾ ഡിസ്ചാർജിന് വേണ്ടി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി ഡോക്ടേഴ്സ് പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഡിസ്ചാർജ് ആയി അവിടെ നിന്ന് ലീവ് ചെയ്ത് പോരാനായിട്ട് എത്ര സമയം നമുക്ക് വെയിറ്റിംഗ് ടൈം ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമയത്ത് വരുന്നത്. അപ്പൊ അതിൽ ഒന്ന് മാത്രമേ വരുന്നുള്ളൂ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് മാത്രം. അടുത്തത് ലാസ്റ്റ് വൺ ആണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് വൺ ആണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ദാറ്റ് ഇസ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആവാം, സാധാരണ ജനറൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളാവാം. അങ്ങനെയുള്ള ഏതൊരു എക്യുപ്മെന്റിനെയും ബ്രേക്ക് ഡൗൺ ടൈം, അത് തകരാറ് വരുന്നതുമായി ബന്ധപ്പെട്ട സമയം, എത്ര സമയം അത് തകരാറ് വന്ന് പ്രവർത്തനരഹിതമായിട്ട് നിന്നു, അങ്ങനെയുള്ള ഏത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ആണ് ബ്രേക്ക് ഡൗൺ ആയത്, അതിന് എത്ര സമയം നമുക്ക് മെയിൻ്റനൻസ് റിപ്പയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര സമയം എടുത്തു. അതിപ്പോ ഒരു ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആവാം, ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളോ ആവാം. സോ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഏതൊരു ക്രിട്ടിക്കൽ എക്യുപ്മെന്റും ബ്രേക്ക് ഡൗൺ ചെയ്ത അല്ലാതെ പ്രവർത്തനരഹിതമല്ലാതെ ആയി കഴിഞ്ഞിട്ട് എത്ര സമയം എടുത്ത് റിപ്പയറും കാര്യങ്ങളും കഴിഞ്ഞാണ് അത് പ്രവർത്തനക്ഷമമാക്കിയത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടൈം. രണ്ടാമത്തത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. അതിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലാവാം, ICUവിലാവാം, ജനറൽ എക്യുപ്മെന്റുകളാവാം. ഇത്തരം ഉപകരണങ്ങൾ, അതിൽ ഓരോ ഉപകരണങ്ങളുടെയും യൂട്ടിലൈസേഷൻ റേറ്റ്, ഉപയോഗവുമായി ബന്ധപ്പെട്ട നിരക്കാണ്. എത്ര മണിക്കൂർ അത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ചു, എത്ര മണിക്കൂർ അത് ICUവിൽ ഉപയോഗിച്ചു, പൊതുവായിട്ട് നമ്മൾ എത്ര മണിക്കൂർ അത് പൊതുവായ ഏരിയാസിൽ യൂസ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ യൂട്ടിലൈസേഷൻ, അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിരക്കാണ് രണ്ടാമത് കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈമും രണ്ടാമത്തത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റുമാണ് വരുന്നത്. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ഒരെണ്ണേ വരുന്നുള്ളൂ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നുള്ളത്. വേഗം ഒന്ന് നോക്കി. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നോക്കിയേ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതായത് ഒരു HC ആണെങ്കിൽ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്, ഈ താഴെ പറയുന്ന ആവശ്യകതകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കുള്ളൂ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ കേസിലാണ് കൂടുതലും നമ്മൾ പറയുന്നത്. കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, നിലവില് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം.
It should be above 50 beds. അതായത് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് പുതിയതായിട്ട് പണിതൊരു സ്ഥാപനമാവരുത്. നിലവില് കുറച്ച് നാളുകളായിട്ട് ആരോഗ്യ പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. It should be above 50 beds. അല്ലെ, നമ്മൾ പറയില്ലേ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ above 50 beds ആണെന്ന് പഠിച്ചോ. 50 ബെഡിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. And below 50 beds ആണെങ്കിൽ it will come under SHCO സ്റ്റാൻഡേർഡിലാണ് വരിക. അല്ലെ HCO കേസാണ് കേട്ടോ ഇവിടെ പറയുന്നത്. HCO ആകുമ്പോൾ above 50 beds ആണ്, 50 ബെഡിൽ കൂടുതലാണ്. 50 ബെഡിൽ താഴെയാണെങ്കിൽ SHCO മാനദണ്ഡങ്ങളിലേക്ക് പോകും. അതിന്റെ വ്യത്യാസമായിരിക്കും കേട്ടോ. Then അതുപോലെ തന്നെ the hospital has the minimum volume of patient which will evaluate the quality of care given to the patient which is presently 30%. അതുപോലെ ഈ ഒരു ഹോസ്പിറ്റലില് മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. അത് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രസന്റ് ഒരു 30% ഓഫ് പേഷ്യൻസ് എങ്കിലും ആ ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ രീതിയിൽ ന്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസോ ആയിട്ടോ ഉണ്ടായിരിക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ എത്രത്തോളം ഉണ്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രസന്റ്ലി 30% ഉണ്ടായിരിക്കണം. അതുപോലെ the organization that commit to abide by NAB standard are applicable legal, statutory or regulatory requirements. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ that commit to abide by NAB standard, അതുപോലെ തന്നെ നാബുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് അവർ പ്രതിബദ്ധരായിരിക്കണം. ആപ്ലിക്കബിൾ ആയിട്ട് അതുപോലെ തന്നെ നിയമപരമായിട്ടും അതുപോലെ തന്നെ ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി നിയന്ത്രണപരമായിട്ടുള്ള എല്ലാ ആവശ്യകതകളും കൃത്യമായിട്ട് പാലിക്കാനും അതൊക്കെ ഈ ഒരു സ്ഥാപനത്തിന് ബാധകമായിരിക്കും. അതിന്റെ കൂടെ തന്നെ നാബിന്റെ മാനദണ്ഡങ്ങളും പാലിക്കാൻ ആര് പ്രതിബദ്ധരായിരിക്കണം? ഈ ഓർഗനൈസേഷന് പറ്റണം. അതുപോലെ the healthcare organization would have implemented NAB standard in the HCO for a minimum of 3 months. അപ്പൊ നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അംഗീകാരത്തിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയം മുതലല്ല നമ്മൾ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടല്ല നമ്മൾ നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തുടങ്ങിയത്. അവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് ഒരു 3 മാസം മിനിമം ഒരു 3 മാസം എങ്കിലും മുൻപ് തന്നെ നാബിന്റെ മാനദണ്ഡങ്ങൾ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ പാലിക്കാൻ തുടങ്ങിയിരിക്കണം. അപ്പൊ അങ്ങനെ പാലിച്ച് ആ ഒരു 3 മാസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു 3 മാസം മിനിമം 3 മാസമെങ്കിലും നാബിന്റെ മാനദണ്ഡങ്ങൾ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അപ്പൊ ഇതെല്ലാം ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട യോഗ്യതകളാണ്. പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ് ആണ് നമ്മൾ താഴെ പറയുന്നത്. അതിൽ ഒന്നാമത്തത് നിലവിലും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അവിടെ 50 ബെഡിൽ കൂടുതലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന്റെ SHCO സ്റ്റാൻഡേർഡിലേക്കായിരിക്കും അത് പോകുക. ഇവിടെ നമ്മുടെ HCOയുടെ കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തത് ഹോസ്പിറ്റലിൽ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് ഉണ്ടായിരിക്കണം. പ്രസന്റ്ലി ഒരു 30% എങ്കിലും ഉണ്ടായിരിക്കണം. അതിലൂടെ നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു പരിചരണത്തിന്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് ഇത് സഹായകമാണ്. മൂന്നാമത്തത് ആ ഓർഗനൈസേഷൻ എപ്പോഴും നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് പ്രതിബദ്ധരായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടും മറ്റു രീതിയിലുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിക്കാനായിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം ആ ഹോസ്പിറ്റലിന് ബാധകമാണ്. അതോടൊപ്പം തന്നെ നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ അവർ പ്രതിബദ്ധരായിരിക്കണം. ഇനി ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും അക്രഡിറ്റേഷന് വേണ്ടി അംഗീകാരം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 3 മാസമെങ്കിലും മുമ്പ് അവരുടെ നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കി 3 മാസത്തിന് ശേഷം മിനിമം ഒരു 3 മാസത്തിന് ശേഷമാണ് മാത്രമേ അവർക്ക് നാബിലേക്ക് അംഗീകാരത്തിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെയാണ് HCOവുമായി ബന്ധപ്പെട്ട് വരുന്ന എലിജിബിലിറ്റി കേട്ടോ. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, these standards are to be used by the whole organization and not for a certain service within the organization. ഈ ഒരു ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ കിട്ടുക അല്ലെങ്കിൽ ഈ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അവർ പാലിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സർവീസിന് വേണ്ടി മാത്രമല്ല, ആ മൊത്തത്തിലുള്ള ഹോൾ ഓർഗനൈസേഷൻ അത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ആ ഹോൾ ഓർഗനൈസേഷൻ ആണ് അത് യൂസ് ചെയ്യുന്നത്, നോട്ട് ഫോർ എ സർട്ടൻ സർവീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ ചില സർവീസുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ പോരാ. ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഓർഗനൈസേഷനിലെ എല്ലാ സർവീസുകൾക്കും ഇത് ബാധകമാണ്. എല്ലാ സർവീസുകളുമായി ബന്ധപ്പെട്ടും ഈ സ്റ്റാൻഡേർഡ്സ് പാലിക്കേണ്ടതുമാണ്. Then organization provides multiple services and the standards are equally applicable to all services within the healthcare organization. ഒരു ഓർഗനൈസേഷൻ ഒരുപാട് സർവീസ്, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, മൾട്ടിപ്പിൾ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ആ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇത്തരത്തില് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസുകൾക്കും ഈക്വലി ആപ്ലിക്കബിൾ ആയിരിക്കും, ഈക്വലി ബാധകമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. അല്ലാതെ ആ ഒരു ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ സർവീസിന് വേണ്ടി മാത്രമുള്ള മാനദണ്ഡങ്ങളല്ല, എല്ലാ സർവീസുകൾക്കും ഇത് ഈക്വലി ബാധകമാണ്. എല്ലാ സർവീസുകളും അവിടെ നിന്ന് ആ ഒരു ഓർഗനൈസേഷൻ, എല്ലാ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ സർവീസുകൾക്കും ഈ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ, അതായത് നാബ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? മിസ്സിന്റെ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് നോക്കണേ. ജസ്റ്റ് നിങ്ങൾക്കൊന്നൊരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ പോലെ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. നാഷണൽ അവർ സർട്ടിഫിക്കറ്റ് ആണ്, ഇത് പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം അവര് പ്രീ അക്രഡിറ്റേഷൻ നടത്തി, അതിനുശേഷം അക്രഡിറ്റേഷൻ അവർക്ക് ലഭ്യമായി. ഇനി ഇത് തുടർന്നുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, മംഗല ഹോസ്പിറ്റൽ, മംഗല കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, കട്രൈ റോഡ്, മംഗളൂരു. ആ കർണാടകയിലുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേരാണ് കേട്ടോ. അവർക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി has been assessed and found by comply with NAB accreditation entry level hospital requirement. This certificate is valid for the scope as specified in the annexure subject to the continued compliance with the entry level requirement. അപ്പൊ അവരുടെ ആ ഒരു എൻട്രി ലെവലുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ചെയ്തു, അതിനുശേഷമുള്ള പ്രോഗ്രസീവ് ലെവല് അക്രഡിറ്റേഷൻ വരെ എത്തിയ എല്ലാ റിക്വയർമെന്റ്സും പിന്നെയും അവർ തുടർന്ന് പോകണം എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അത് എന്ന് മുതൽ വാലിഡ് ഫ്രം കൊടുത്തിട്ടുണ്ട്. വാലിഡിറ്റി എന്ന് മുതലാണ്, വാലിഡ് ഫ്രം September 24, 2019 മുതൽ വാലിഡ് ത്രൂ September 23, 2021. അപ്പൊ 2 വർഷത്തെ വാലിഡിറ്റി ആണ് കേട്ടോ. 2, 3, 19, 20, 21 2 വർഷത്തെ വാലിഡിറ്റി. അപ്പൊ അത് എന്താണ് ശരിക്കും ഈ ഒരു ഓരോ സ്ഥാപനങ്ങൾക്കനുസരിച്ചാണ് കേട്ടോ. 4 വർഷം വരെ വാലിഡിറ്റി കൊടുക്കുന്നവയുണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു വാലിഡ് എന്ന് മുതൽ എന്ന് വരെ പ്രാബല്യത്തിൽ വരും. നമ്മുടെ ലൈസൻസുകളൊക്കെ കിട്ടുമ്പോൾ കാണാറില്ലേ, വാലിഡ് എന്ന് മുതൽ വാലിഡിറ്റി പ്രാബല്യത്തിൽ വരുന്നു എന്ന് വരെയാണ്. നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ കാണാറില്ലേ, എന്ന് വരെ വാലിഡിറ്റി ഉണ്ടാവും, കാണാറില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, പുതുക്കണം അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും റീ അക്രഡിറ്റേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ ഒരു 6 മാസം മുൻപാകുമ്പോഴേക്കും നമ്മൾ റീ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം കേട്ടോ. Then അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആ ഒരു നാബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സൈനും ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, യൂണിറ്റ് നമ്പർ ആയിരിക്കും, ആ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മോഡൽ പോലെ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ISQയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നാബിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്വാളിറ്റി അഷുറൻസ് ആണ് നാബ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് കുറച്ച് പരിചയമില്ലാത്തൊരു ചാപ്റ്റർ ആയിരുന്നു എങ്കിൽ പോലും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റിയോ? ഓക്കെ, വായിക്കുന്നുണ്ടോ? വീട്ടിലിരുന്ന് കിട്ടുന്ന സമയങ്ങളിൽ വീട്ടിൽ വായിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ കിട്ടാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കുക കേട്ടോ. കുറച്ച് സമയമൊക്കെ എടുത്ത് അഥവാ ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ച് ക്ലിയർ ചെയ്ത് വിടുക കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സോ കാര്യങ്ങളോ വരാണെങ്കിൽ അതായത് ടീച്ചേഴ്സ് വരുന്ന സമയത്ത് ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ പറഞ്ഞാലും അവർ എല്ലാവരും ചെയ്യാവുന്ന പറഞ്ഞു കൊടുക്കാവുന്ന ആളുകൾ തന്നെയാണ്.
അപ്പൊ അതിനനുസരിച്ച് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് വിടണം കേട്ടോ. നിങ്ങളുടെ ഇന്ന് ഒരു ഇച്ചിരി എഫേർട്ട് ഈ ഭാഗത്ത് എടുക്കാനുണ്ട്. അപ്പൊ നമ്മള് തേർഡ് മോഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയില്ലേ? എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ? തേർഡ് മോഡ്യൂളിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുത്തിട്ടില്ല എന്നാണോ, എടുത്തുകൊണ്ടിരിക്കുകയാണോ? എടുത്തിട്ടേ ഇല്ല, അങ്ങനെയാണോ? എടുത്തിട്ടില്ല. ഓക്കെ, ശരി, എടുത്തിട്ടില്ല. ഓക്കെ, ശരി. അത് മാത്രമേ ഉള്ളൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ആയി. ഓക്കെ, അപ്പൊ നമ്മള് ഫോർത്ത് മോഡ്യൂളിലേക്ക് കിടക്കാണ്. ഫോർത്ത് മോഡ്യൂളിൽ ഓൾറെഡി മിസ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നോ? ഏതെടുത്തേ? ഏതാണ് എടുത്തത്? മെഡിക്കൽ എക്യുപ്മെന്റ് എടുത്തു അല്ലെ? മെഡിക്കൽ എക്യുപ്മെന്റ് എടുത്തു. ഇനി അടുത്തൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ, ഫോർത്ത് മോഡ്യൂളിലാണേ. അടുത്ത ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലേ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. കാരണം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട. നമ്മുടെ ഇതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ സംതൃപ്തരല്ല എങ്കിൽ എന്താണ് പറ്റുക? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല ആ ഹോസ്പിറ്റലിലെ സർവീസുകളിലും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് തൃപ്തിയൊന്നുമില്ല. എന്താ കാര്യം? അതിന്റെ റിസൾട്ട് എന്താ വരിക? പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവോ? നിങ്ങൾ പോവോ പിന്നെയും ആ ഹോസ്പിറ്റലിലേക്ക്? പോവില്ല അല്ലെ? അത് തന്നെയാണ് അവരുടെ പ്രശ്നവും. എന്താണ്? ഹോസ്പിറ്റലിലേക്ക് പിന്നെ പേഷ്യൻസിനെ കിട്ടില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന പേഷ്യൻസും പോവില്ല, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസും പോവില്ല അല്ലെ? സോ അത്തരത്തില് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവരെപ്പോഴും വരുന്ന ഓരോ പേഷ്യൻസിനെയും സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം വിടാനായിട്ട്, അല്ലെങ്കിൽ നല്ല സംതൃപ്തിയോട് കൂടിയായിരിക്കണം ഓരോ പേഷ്യൻസും ആ ഹോസ്പിറ്റലിൽ നിന്ന് പോരാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓരോ സർവീസുകളും അവർ സംതൃപ്തരായിരിക്കണം. സോ അത്തരം കേസുകൾ അല്ലെങ്കിൽ അത്തരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിന്റെ പല ബെനിഫിറ്റുകളും അതിലൂടെ ഹോസ്പിറ്റലിൽ ലഭിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കാം, അതിനെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. കുറെയൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കമ്പാരറ്റീവ് ഫിനോമിനൻ. അതായത് ഇവിടെ നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്താണ് ഒരു പേഷ്യൻസിന്റെ സംതൃപ്തി അളക്കുന്നത്. ശരിയല്ലേ? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ അവിടെ കുറെ കാര്യങ്ങളെ കമ്പയർ ചെയ്തല്ലേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുന്നത്? ആണോ? ഒരൊറ്റ കാര്യത്തെ മാത്രം വിലയിരുത്തിയാണോ നമ്മൾ അവിടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ വിലയിരുത്തുക? അല്ല, ഒരുപാട് കാര്യങ്ങളെ വിലയിരുത്തിയാണ് അല്ലെ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മളോട് ചെല്ലുന്ന സമയം മുതൽ നമ്മുടെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതിനുശേഷം നമ്മുടെ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട ഇന്ററാക്ഷൻസ്, അതിനുശേഷം നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റോ പ്രൊസീജിയേഴ്സോ, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്താണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? Which has been around since the 1960s, but active research on the topic was started in late 1970s and early 1980s. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ 1960കളില് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഇതിനെ കുറിച്ചൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനവും റിസർച്ചുകളും ഒക്കെ വന്നത് 1970കളുടെ അവസാനവും 1980കളുടെ ആദ്യ കാലഘട്ടത്തിലുമായിരുന്നു.
This lead to the substitution of the idea of quantity of life by more patient-centered concept of quality of life. ഇത്തരത്തിലുള്ള ഒരു റിസർച്ചുകളുടെ ഫലമായിട്ട് നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന ആ ഒരു ഐഡിയയെ മാറ്റി കുറച്ചുകൂടി പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചുള്ള ക്വാളിറ്റി ഓഫ് ലൈഫിലേക്കായിട്ട് മാറും. അതായത് ജീവിതത്തിന്റെ ആ ഒരു അളവ് അതിനെ മറിച്ച് ജീവിതത്തിന്റെ ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് എപ്പോഴും അറിയാം, ഇപ്പൊ നമ്മൾ ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് സർവീസുകൾ തരുന്നുണ്ട്. അപ്പൊ ഒരുപാട് സർവീസുകൾ തരുന്നതിലാണ് ഇപ്പൊ നമുക്കൊരു ഒരുപാട് സർവീസുകൾ വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് ഒരുപാട് സർവീസുകൾ തരും. അവിടെ എണ്ണത്തിനാണ് അതോ അവിടുത്തെ ക്വാളിറ്റി ആണോ നല്ലത്? ചില ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു സർവീസ് തരുന്നുണ്ടാവുള്ളൂ. ആ ഒരു സർവീസ് പക്ഷെ വളരെ നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് തരുന്നത്. അതാണോ ഇപ്പോഴത്തെ ഒരുപാട് സർവീസുകൾ തരുന്നതാണോ നമുക്ക് ബെറ്റർ, അല്ലെങ്കിൽ നമുക്ക് നല്ലത് മികച്ചതെന്ന് തോന്നുന്നത്? എപ്പോഴാണ് ഇതിന്റെ എണ്ണം കൂടുന്നതിലാണോ ക്വാളിറ്റിയിലാണോ നമുക്ക് തോന്നാം? എന്താണ് തോന്നാം? ക്വാളിറ്റിയിലാണ് അല്ലെ. ഒരിക്കലും എണ്ണം, നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുന്ന ഒരുപാട് എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് എണ്ണത്തിലുള്ള സർവീസ് ഹോസ്പിറ്റലിൽ തന്നത് കൊണ്ട് കാര്യമില്ല അല്ലെ. മറിച്ച് അതിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, അതിലാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് അല്ലെ. സോ അപ്പൊ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഇതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അത്തരം ആ ഒരു പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് ഈ റിസർച്ചുകൾ എന്ത് ചെയ്തു, നമ്മളെ എത്തിച്ചു. Then patient satisfaction incorporate the patient perceived requirement, his expectation from the health system and experience of health care. അപ്പോൾ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ സംതൃപ്തി എന്ന് പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യൻസിന്റെ പെർസീവ്ഡ് റിക്വയർമെന്റ്, അതായത് അവരുടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യകതകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ആവശ്യകതകളെ തിരിച്ചറിയണം, ശരിയല്ലേ? നമ്മൾ പറയാതെ തന്നെ നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ, നമ്മൾ ആ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള സർവീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആവും, ശരിയല്ലേ? ആ എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, നമുക്ക് കിട്ടുന്ന ആരോഗ്യ പരിചരണത്തിൽ നിന്നുള്ള അനുഭവങ്ങളും, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. നമുക്ക് പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യമായിട്ട് വരുന്നത് അതിനെ തിരിച്ചറിയുക, അതിനനുസരിച്ച് നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള സർവീസുകൾ ആ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുക, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഓരോ പരിചരണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മുതലായ കാര്യങ്ങളെല്ലാം ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾപ്പെടുന്നുണ്ട്. This multi-dimensional concept consists of both medical and non-medical aspect of health care. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്, അതായത് ഒരു ബഹുമുഖ ആശയമാണ്. ഇവിടെ ഒരിക്കലും നമ്മളൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെല്ലുന്നു, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള മെഡിക്കൽ കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയാണോ? ആണോ? നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മാത്രമാണോ നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കുന്നത്? ആണോ? നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് മാത്രം കിട്ടി, അത് മാത്രം നമ്മളെ ഹാപ്പി ആക്കോ അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കോ? ഇല്ല അല്ലെ. മെഡിക്കൽ പരമായിട്ടുള്ള ആസ്പെക്ടുകളും നോൺ മെഡിക്കൽ പരമായിട്ടുള്ള ആസ്പെക്ടുകളും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്, ശരിയല്ലേ? നല്ല രീതിയിലുള്ള ചികിത്സ നമുക്ക് കിട്ടി, ട്രീറ്റ്മെന്റും കെയർ ഒക്കെ കിട്ടി, പക്ഷെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുടെ ഇപ്പൊ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമ്മള് ഹാപ്പി അല്ല, അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ. അപ്പൊ എല്ലാ വശങ്ങളും ഒരുപോലെ നല്ലതാവുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നതും ഹാപ്പി ആവുന്നതും. അപ്പൊ എപ്പോഴും ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്, ബഹുമുഖ ആശയമാണ്. അവിടെ ഒരിക്കലും ഒരു മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറിച്ച് നോൺ മെഡിക്കൽ ആസ്പെക്ടുകൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി മിസ് പറയാം. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫിനോമിനൺ, ഇതൊരു താരതമ്യ പ്രതിഭാസമാണ്. ആൻഡ് ഇത് 1960 കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക് എന്ത് പ്രചാരത്തിൽ വരുന്നതോ അതിനെക്കുറിച്ചുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചുകൾ നടത്തുന്നത് 1970കളുടെ അവസാനവും 1980കളുടെ ആദ്യവുമായിരുന്നു. ഇത്തരത്തിലുള്ള റിസർച്ചുകളുടെ ഫലമായിട്ട് ആ ഒരു പണ്ട് മുതലേ ഉള്ള ഒരു ഐഡിയ, അതായത് ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നതിന് പകരം കുറച്ചുകൂടി പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് മാറുകയുണ്ടായിരുന്നു. അതിനനുസൃതമായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നാ പറയുന്നത്? പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്, അവരുടെ ആവശ്യമായിട്ടുള്ള ആവശ്യകതകൾ എന്താണെന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം, ആ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്നും അവരെന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ആ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ആ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, അനുഭവം എങ്ങനെയുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. ഇവിടെ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വശങ്ങളും നോൺ മെഡിക്കൽ വശങ്ങളും ഒരുപോലെ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരു പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാണ് ട്ടോ. Patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുക അല്ലെങ്കിൽ അളക്കുക എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? എത്രത്തോളം സംതൃപ്തരാണെന്നാണ് നോക്കുന്നത്. എന്തിലൂടെ? വിത്ത് ദ ഹെൽത്ത് കെയർ. അവിടെ പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും കിട്ടുന്ന ആ ആരോഗ്യ പരിചരണത്തിൽ പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ സംതൃപ്തരാണെന്നാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. So patient satisfaction is concerned with how patient assess the quality of their health care experience. അവിടെ അവരൊരു ഹോസ്പിറ്റലിൽ പോയി അവർക്ക് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും എത്ര നല്ല ക്വാളിറ്റിയിലുള്ള ആരോഗ്യ പരിചരണമാണോ ലഭിച്ചത്, അതിനെയാണ് ശരിക്കും ഇവിടെ വിലയിരുത്തുന്നത്. It is increasingly being evaluated in surveys of healthcare setting as a maker of quality of care, together with other dimensions of quality like access, relevance to requirement, effectiveness and efficiency. അപ്പൊ ഇവിടെ ഒരു അതായത് നമുക്ക് ഈ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? പല സർവേകൾ നടത്തിയാണ് നമ്മളിത് സാധാരണയായിട്ട് ഇവാലുവേഷൻ നടത്തുന്നത്. അങ്ങനെ ഒരു സർവേകൾ, അതായത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഒരു ക്വാളിറ്റി മേക്കർ എന്ന നിലയിൽ, അതായത് ഒരു ഹോസ്പിറ്റൽ, അതാണ് മേക്കർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ, അല്ലെ? ക്വാളിറ്റിയുള്ള ഒരു പരിചരണം കൊടുക്കുന്ന, അത് ഉണ്ടാക്കുന്ന വ്യക്തികൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പൊ ആ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നു? സർവേകൾ നടത്തുന്നു. അങ്ങനെ സർവേകൾ നടത്തിയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? അവർ കൊടുക്കുന്ന ആ ഒരു എന്താണ്, ഒരു പല വശങ്ങളുടെ അവരുടെ ആ ഒരു കാര്യക്ഷമത എത്രത്തോളം ഉണ്ട്, അവർ കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട പ്രവേശനം എങ്ങനെയാണ്, അത് എത്രത്തോളം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് അവർ കൊടുക്കുന്നത്, അതിന്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട്, അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട്, അവരുടെ ആവശ്യകതയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്, എത്രത്തോളം നല്ല ക്വാളിറ്റിയിലുള്ള സർവീസുകൾ അവർ കൊടുക്കുന്നുണ്ട്, മറ്റു വശങ്ങളിലുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നടത്തുന്ന ഇത്തരം സർവേകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സർവേ നടത്തുമ്പോൾ അതിൽ നിന്നും പേഷ്യന്റ് എത്രത്തോളം സംതൃപ്തരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹോസ്പിറ്റലിൽ ഓരോ വശങ്ങളിലും ഹോസ്പിറ്റൽ എത്ര എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നു, എത്ര നന്നായിട്ട് അവിടെ ആ ഒരു എഫിഷ്യൻസി കാഴ്ചവെക്കുന്നു, നല്ല ക്വാളിറ്റിയിലുള്ള കെയറുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നുണ്ടോ, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു പേഷ്യൻസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ അളക്കുന്നു.
ഉണ്ടാവുന്നു. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണോ, അവർ എത്രത്തോളം സംതൃപ്തരാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അത് എന്തിന്റെ ബേസിസിലാണ്? ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അവർക്ക് കൊടുക്കുന്ന ആ ക്വാളിറ്റിയുള്ള ആരോഗ്യ പരിചരണത്തിൽ എത്രത്തോളം പേഷ്യൻസ് സംതൃപ്തരാണെന്നാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് ആ ഒരു ക്വാളിറ്റിയുള്ള പരിചരണം കിട്ടിയിട്ടുണ്ടോ, അതിൽ അവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസ്, അവരുടെ ആ ഒരു അനുഭവത്തിലൂടെയാണ് അവർ ആ ഒരു മെഷർമെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇവാലുവേഷൻ നടത്തുക. അതിനു വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനുള്ളിൽ വെച്ചിട്ട് ഒരു സർവേ നടത്തുകയും അതിലൂടെ വിത്ത് അതർ ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റു പല വശങ്ങളും നമുക്ക് ഈ ഒരു സർവേയുടെ ഭാഗമായിട്ട് അവിടെ വിലയിരുത്താനും സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ബ്രീഫായിട്ടൊന്നും പോകണ്ട, ഒരുപാട് ഇതായിട്ട് ഇല്ലാതിട്ടൊന്നും പോകട്ടെ, ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണത്തിന്റെ ആ ഒരു ഗുണനിലവാരത്തെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ സുപ്രധാന അളവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളുടെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് can be achieved. അപ്പൊ നമുക്ക് ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടത്തുന്നതിലൂടെ സഹായത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? ആൻഡ് എൻഹാൻസിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നതിലൂടെ അവിടെ പേഷ്യൻസ് സംതൃപ്തരല്ലാത്ത മേഖലകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റൂലേ? പറ്റുമോ? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഏരിയാസ് ഏതാന്ന് കണ്ടെത്താൻ പറ്റും അല്ലെ? അതിനനുസരിച്ച് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് കാഴ്ചവെച്ച് ഇനി വരുന്ന പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. So it is a valuable tool to catch patient feedback without much effort. ഒരു സർവേ നടത്തുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ആണോ? ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഒരു സർവേ നടത്തുക എന്ന് പറയുന്നത്? ആണോ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ ഒരു സർവേ നടത്തുമ്പോ? ഒരുപാട് എഫേർട്ട് ഒന്നും വേണ്ട അല്ലെ? അപ്പൊ ഇവിടെ ഇത്തരത്തില് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എടുക്കുന്നതിലൂടെ ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്, ഒരുപാട് എഫേർട്ടുകളൊന്നും എടുക്കാതെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള ഒരു ടൂൾ ആണ് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളെ കാണാവുന്നതാണ്. Then patient satisfaction was evaluated by a questionnaire developed with the patient, which gathered information about the time spent at appointment, travel cost and perceptions of quality of service, etc. അപ്പൊ ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ നടത്തുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യനെയർ ആണ് അത് തയ്യാറാക്കുക. ആ ഹോസ്പിറ്റലുകാർ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ, ഒരു ചോദ്യാവലി തയ്യാറാക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സർവേകളൊക്കെ? കണ്ടിട്ടില്ലേ? കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമ്മുടെ ഇവാലുവേഷൻസ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ, ഡിസാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ഉണ്ടാവും. കണ്ടിട്ടില്ലേ ക്വസ്റ്റ്യനേഴ്സ്? അപ്പൊ അങ്ങനെ സർവേകൾ നടത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ ഒരു ചോദ്യാവലി ആയിട്ടായിരിക്കും കൊടുക്കാം. അപ്പൊ അതില് പേഷ്യൻസിന് ആ ഒരു ചോദ്യാവലി ചിലപ്പോൾ ഓൺലൈനായിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാം, നേരിട്ട് ഫിസിക്കൽ കോപ്പി ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പല മെത്തേഡിലൂടെ ചെയ്യാം. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അബൌട്ട് ദ ടൈം സ്പെൻഡ്. അപ്പൊ അവർക്ക് അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നോ, എളുപ്പമായിരുന്നോ, അതുപോലെ അവരുടെ ട്രാവൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, ക്വാളിറ്റി ഓഫ് സർവീസുമായി ബന്ധപ്പെട്ട അവരുടെ ധാരണകൾ എന്തൊക്കെയാണ്, നല്ല ക്വാളിറ്റി സർവീസ് ആണ് ഇവിടുന്ന് കിട്ടിയത്, മറ്റു ഏരിയാസിലുള്ള ഓവറോൾ ആയിട്ടുള്ള സർവീസ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്.
ആ ഒരു പാരഗ്രാഫിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റൽ മെട്രിക്, ഒരു പ്രധാനപ്പെട്ട ഒരു അളവാണ്. ആ ഒരു ഹെൽത്ത് കെയർ സ്റ്റിച്ചിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ആ ഗുണനിലവാരത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള മറ്റേ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അളവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനും അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റുകൾ വരുത്തി പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യുബിൾ ടൂൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിലൂടെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ നമുക്ക് അധികം എഫേർട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കളക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദ്യാവലിയാണ് പേഷ്യൻസിന് നൽകുന്നത്. അതിലൂടെ ഇൻഫർമേഷൻസ് നമുക്ക് പേഷ്യൻസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അവർക്ക് ഒരുപാട് സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, അവിടുത്തെ ആ ഒരു ക്വാളിറ്റിയെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ എന്താണ്, അവർക്ക് എന്താണ് എന്ത് രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ചോദ്യാവലി തയ്യാറാക്കുന്നതും പേഷ്യൻസിന് കൊടുക്കുന്നതും. അതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രയെന്ന് വിലയിരുത്താനും സാധിക്കും. രണ്ട് എന്താണ് പാരഗ്രാഫ് വേഗമായി ശ്രദ്ധിക്കുക. വെച്ച് നോക്കുന്ന കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പറഞ്ഞോട്ടെ മിസ്? ഓക്കെ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ, ശരി. നെക്സ്റ്റ്, patient satisfaction survey are a vital way to scale how your patient feel about their experience with your practice. ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ആ പേഷ്യൻസിന് എങ്ങനെയാണ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ആ സ്ഥാപനത്തെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്, അതാണ് നമ്മൾ സെഷൻ സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ പ്രധാനമായിട്ട് മെഷർ ചെയ്യുന്നത്. ഇനി സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ് ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്. ഇല്ലേ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളിൽ, നമ്മളത് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാറില്ലേ? ഉണ്ടോ? ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? ഞാൻ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ഓക്കെയാണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ്, നമുക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായി, അപ്പൊ നിങ്ങളും കൂടി ഒന്ന് പോയി നോക്കുന്നു നമ്മൾ പറയാറില്ലേ? നല്ലതാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ? മറ്റുള്ള ആളുകളോടൊക്കെ നമ്മൾ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ എപ്പോഴും ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ച് മറ്റുള്ള ആളുകളോട് റെക്കമെൻഡ് ചെയ്യും അല്ലെങ്കിൽ ശുപാർശകൾ നൽകും. അതുപോലെ തന്നെ ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്. അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ കംപ്ലൈന്റുകളുടെ എണ്ണം കുറവായിരിക്കും അല്ലെ? അവര് ഫയൽ ചെയ്യുന്ന കംപ്ലൈന്റുകളുടെ എണ്ണവും കുറവായിരിക്കും അല്ലെ? Then patient satisfaction is considered as one of the most important parameters of quality administration. The measurement of patient satisfaction is important tool for research, administration and planning.
അപ്പൊ അതുപോലെ തന്നെ എപ്പോഴും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ഓഫ് ക്വാളിറ്റി. ആ ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന ആ ഒരു മാനദണ്ഡമാണ് വളരെ പ്രാധാന്യമായിട്ട് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റിസർച്ചിനും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആയിട്ട് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കാണാവുന്നതാണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഹോസ്പിറ്റൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടും പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അവർക്ക് ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതാണ് നമുക്ക് ഇതിലൂടെ പ്രധാനമായിട്ടും മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവര് മറ്റുള്ളവരോട് ഈ പ്രാക്ടീസിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതിന്റെ സാധ്യതയും വളരെ കുറവായിരിക്കും. അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ആ ഒരു ക്വാളിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത്യാവശ്യ ഗുണനിലവാരമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർമെന്റ് എന്ന് പറയുന്നത് റിസർച്ചുമായി ബന്ധപ്പെട്ടും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൂൾ കൂടിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് client satisfaction is a decisive index for ascertaining the quality services and the way in which they are given by medical staff. That satisfaction with the physician, nurses, equipment, housekeeping, billing and food services are the main determinants of overall satisfaction in hospitalized patients. അപ്പൊ ഇവിടെ ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവിടെ വരുന്ന ഓരോ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് കേട്ടോ. പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് is a decisive index, ഇതൊരു നിർണായക സൂചികയാണ്. ഫോർ അസർട്ടൈനിങ് ദ ക്വാളിറ്റി ഓഫ് സർവീസ്, അവിടെ എത്ര നല്ല ക്വാളിറ്റി ഓഫ് സർവീസ് ആണോ കൊടുക്കുന്നത് അതിനെ കുറിച്ച് നിർണ്ണയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർണായക സൂചികയാണ് ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ദ വേ ഇൻ വിച്ച് ദേ ആർ ഗിവൺ ബൈ മെഡിക്കൽ സ്റ്റാഫ്, അതായത് അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ എങ്ങനെയാണ് അവർക്ക് ആ ഒരു സർവീസ് നൽകിയത്, ആ സർവീസിന്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണ്, ഇതൊക്കെ നമുക്ക് എന്തിലൂടെ തിട്ടപ്പെടുത്താൻ പറ്റും? ഈ ക്ലയന്റിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. സോ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻ, ഇപ്പൊ എപ്പോഴും നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഫിസിഷ്യൻസുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് എത്ര നല്ല രീതിയിലാണ് പെരുമാറിയത് അത് നമ്മൾ പരിഗണിക്കാറുണ്ട് ഇല്ലേ? പരിഗണിക്കാറുണ്ടോ? അത് നമ്മൾ നോക്കാറില്ലേ? നോക്കാറില്ലേ? അതുപോലെ നഴ്സസിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ കെയറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലെ? അവിടുത്തെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹൗസ് കീപ്പിംഗ് അതായത് ക്ലീനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാറില്ലേ? വൃത്തിയുണ്ടോ എന്നൊക്കെ നോക്കാറില്ലേ? ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബില്ലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെയിറ്റിംഗ് ടൈം വേണ്ടി വരുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള ബില്ലും കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, നല്ല ഫുഡ് സർവീസുകൾ ആ ഒരു ഹോസ്പിറ്റൽ തരുന്നുണ്ടോ, ആർ ദ മെയിൻ ഡിറ്റർമിനൻസ് ഓഫ് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റ്. ഒരു ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള സംതൃപ്തിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ. ഫിസിഷ്യനുമായി ബന്ധപ്പെട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, നഴ്സസുമായി ബന്ധപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരിക്കലും മെഡിക്കൽ പരമായിട്ടുള്ളത് മാത്രമല്ല പരിഗണിക്കുന്നത് അല്ലെ, നോൺ മെഡിക്കൽ പരമായിട്ടുള്ള ആസ്പെക്ടുകളും കൂടി പരിഗണിക്കുമ്പോഴാണ് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. അപ്പൊ എപ്പോഴും ഇത്തരം സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുക എന്നത് അവിടുത്തെ ആ ഒരു ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ് എത്രത്തോളം അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് സർവീസ് എത്രയുണ്ട്, ആ ഒരു മെഡിക്കൽ സ്റ്റാഫ് എത്ര നല്ല ക്വാളിറ്റിയിലുള്ള സർവീസ് ആണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു നിർണായക ഘടകം അല്ലെങ്കിൽ നിർണായക സൂചികയാണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. വേഗം നമ്മുടെ വരെ വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാനുണ്ട? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ?
ഇതില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ മെഷർ ഓഫ് എക്സ്റ്റെൻഡ് വിച്ച് എ പേഷ്യന്റ് ഇസ് സാറ്റിസ്ഫൈഡ്, അതുമായി ബന്ധപ്പെട്ട ആ ഒരു സെന്റൻസ് ചോദിക്കാം. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, അത് ചോദിക്കാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് ചോദിക്കാവുന്നത് ഇറ്റ്സ് എ വാല്യുബിൾ ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സെന്റൻസ് ഇല്ലേ, ഇറ്റ്സ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ പറയുന്നത് വരിക. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആർ വൈറ്റൽ വേ ടു സ്കെയിൽ ഹൗ യുവർ പേഷ്യന്റ് ഫീൽ അബൌട്ട് ദിയർ എക്സ്പീരിയൻസ് വിത്ത് യുവർ പ്രാക്ടീസ്, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ചോദിക്കാവുന്നത് സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് ഒരു ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിന്റെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള മെയിൻ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെയാ? സാറ്റിസ്ഫാക്ഷൻ ഫിസിഷ്യൻ, നഴ്സസ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ്. ഇത്രയുമാണ് സാധാരണ ചോദിച്ചു കാണാറുള്ളത് കേട്ടോ. അതുപോലെ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, പ്ലാനിങ് അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ടൂൾ ഏതാണ്? മെഷർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ടൂൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ സർവേ ആണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വായിച്ച് മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണോ? അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയാത്തത് കേട്ടോ. ഈ ഒരു ഭാഗം ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. Then second point, the patient satisfaction is predominant importance in ensuring better quality on the way to total quality management. അപ്പൊ നോക്കി ഇവിടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നതിലൂടെ എൻഷുറിംഗ് ബെറ്റർ ക്വാളിറ്റി, അതായത് നമുക്ക് മികച്ച ഒരു ക്വാളിറ്റി അവിടെ ഉറപ്പുവരുത്താനും അതിലൂടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അറ്റൈൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സിൻസ് ദ പേഷ്യന്റ് ഓർ കസ്റ്റമർ ഇസ് ദ വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി. അപ്പൊ പേഷ്യൻസ് ആണ്, ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസുകൾക്ക് പേഷ്യൻസ് ആണ് അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ആള്, അല്ലെ? തീരുമാനിക്കുന്ന ആള് പേഷ്യൻസ് അല്ലേ? കാരണം എന്താ? അത് റിസീവ് ചെയ്യുന്ന ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് അവരാണ് റിസീവ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ പേഷ്യൻസ് അല്ലേ അത് സ്വീകരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിർണ്ണയിക്കുന്നതും നമ്മൾ തന്നെയല്ലേ? ആണോ? Who persuade the other to accept it. അതുപോലെ തന്നെ നല്ല സർവീസുകളും നല്ല രീതിയിലുള്ള കാര്യങ്ങളുമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അത് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു സെയിം സർവീസുകൾ എടുക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാറല്ലേ? Who decide your market strategies? അവരാണ്, അതായത് ഓരോ കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യൻസ് ആണ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. പ്രൊവൈഡ് കറക്റ്റ് ഫീഡ്ബാക്ക്, ശരിയായിട്ടുള്ള ഫീഡ്ബാക്ക്, ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിന് അനുസൃതമായ ശരിയായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നത് ഇവരാണ്. ആൻഡ് മേക്ക് സക്സസ് ദ പ്രോഗ്രാം ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റിനെ സക്സസ്ഫുൾ, ആ ഒരു പ്രോഗ്രാമിനെ സക്സസ്ഫുൾ ആക്കുന്നതും ഇവര് തന്നെയാണ്. അപ്പൊ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടുത്തെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ആ ഒരു മൊത്തത്തിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് അവിടുത്തെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന ആളുകൾ. കാരണം അവർക്കാണ് ആ സർവീസ് അല്ലെങ്കിൽ ആ ഒരു സേവനങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വ്യക്തികൾ പേഷ്യൻസ് ആണ്. അപ്പൊ അവര് നല്ല സർവീസുകളാണെങ്കിൽ അവർ മറ്റുള്ളവരെ ഈ സർവീസ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ തീരുമാനിക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ആ ഹോസ്പിറ്റലിലെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഫീഡ്ബാക്കുകൾ നൽകുകയും അതിനനുസരിച്ച് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ വളരെ സക്സസ്ഫുൾ ആക്കി മാറ്റുകയും ചെയ്യുന്നത് ഓരോ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ തേർഡ് പോയിന്റിലേക്ക് പോവാണ്. Patient satisfaction are a sign of how the patient has recognized the other quantitative aspect of care and can be used as a substitute measure of those aspects. ഇവിടെ patient satisfaction എന്ന് പറയുന്നത് പേഷ്യൻസ് മറ്റ് ഗുണപരമായിട്ടുള്ള വശങ്ങൾ രോഗി എങ്ങനെ തിരിച്ചറിയുന്നു അതുമായി ബന്ധപ്പെട്ട അതിന്റെ ആ ഒരു അടയാളം കൂടിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം ആ ഒരു മെഡിക്കൽ പരമായിട്ടുള്ള വശങ്ങൾ മാത്രമല്ല, അല്ലാതെയുള്ള മറ്റ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ, കെയർ അല്ലാതെ പരിചരണമല്ലാത്ത മറ്റ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരു പേഷ്യന്റ് എങ്ങനെയാണ് അംഗീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആ ഒരു ക്വാളിറ്റിയും നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടുത്തെ ചികിത്സാപരമായിട്ടുള്ള മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ഒരു ഗുണനിലവാരം മാത്രമല്ല നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാൻ പറ്റുന്നത്, മറ്റ് വശങ്ങളിലൂടെയും ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Then patient satisfaction is a requirement for attaining the goals of health care since it influences the patient's decision to follow prescribed treatment and seek professional health care in the future. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ഗോൾ ഓഫ് ഹെൽത്ത് കെയർ. ആരോഗ്യ പരിചരണത്തിന്റെ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യകതയാണ്. It influences the patient's decision to follow prescribed treatment and seek professional health care in the future. അപ്പൊ ഇവിടെ പേഷ്യൻസിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അതായത് പേഷ്യൻസിന്റെ ഒരു തീരുമാനം, അതായത് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യണമോ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയറിന് ഭാവിയിലും ഇതേ രീതിയിൽ തന്നെ അവർ ഫോളോ ചെയ്യുമോ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നു, നല്ല സംതൃപ്തമായിട്ടുള്ള സ്കോറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. പിന്നെയും ഫ്യൂച്ചറിലേക്കുള്ള മറ്റെന്ത് കാര്യങ്ങളും അവർ ഈ ഒരു ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാലോ. പ്രതീക്ഷിച്ചൂടെ? കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ആ ഒരു നല്ല സ്കോർ തന്നിരിക്കുന്നത് അല്ലേ. അതേസമയം ആ ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ തിരികെയും അവിടെ തന്നെയല്ലേ പോവാൻ ശ്രമിക്കുക അല്ലെ. അപ്പൊ ഫ്യൂച്ചറിലേക്കും ഇവർ അതേ ഒരു എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ തന്നെയായിരിക്കും പിന്നെയും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ആ ഒരു ഹെൽത്ത് കെയറിന്റെ ഭാവി അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ നേരിടുമോ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് അവർക്ക് അത്രയധികം എന്താണ് പേഷ്യൻസിനെ കസ്റ്റമേഴ്സിനെ കിട്ടുമോ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പേഷ്യൻസ് ക്യാൻ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ they get as they pay attention to all components of care. അപ്പൊ അവിടെ പേഷ്യൻസ് എപ്പോഴും അവരുടെ ക്വാളിറ്റി ഓഫ് കെയർ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത് അത് എപ്പോഴും അവർ വിലയിരുത്താറുണ്ട്. അപ്പൊ അതില് അവർ കുറെ ശ്രദ്ധ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കമ്പോണൻസിലായിരിക്കും അവർ ശ്രദ്ധ കൊടുക്കാൻ നോക്കിയേ. ദ സയൻസ് ഓഫ് മെഡിസിൻ, ഏത് തരത്തിലുള്ള വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് ആ ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത് നോക്കാറില്ലേ, നോക്കാറുണ്ടോ? അതുകൊണ്ടല്ലേ നമ്മൾ അലോപ്പതി ആയുർവേദ എന്നൊക്കെ പറഞ്ഞ് ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് അല്ലെ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദ ആർട്ട് ഓഫ് കെയർ, ഏത് രീതിയിലുള്ള പരിചരണമാണ് നമുക്ക് തരുന്നതെന്ന്, ആ ഒരു പരിചരണത്തിന്റെ കല, നല്ല രീതിയിലുള്ള പരിചരണമാണ് തരുന്നതെങ്കിൽ അത് നമ്മൾ മാനിക്കാറുണ്ട്, ശ്രദ്ധിക്കാറില്ല. ഇതിലൊക്കെ നമ്മൾ നോക്കാറുണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സർവീസ് കിട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ആൻഡ് ദ അമ്യൂണിറ്റീസ് ഓഫ് കെയർ, നമുക്ക് പരിചരണം തരുന്നതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റി, എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് നോക്കാറുണ്ട് ഇതൊക്കെ. ഏത് തരത്തിലുള്ള വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് അവർ ഫോളോ ചെയ്യുന്നത് നോക്കാറുണ്ട് ഇല്ലേ. അവിടുത്തെ ആ ഒരു പരിചരണത്തിന്റെ കല, എത്ര നല്ല പരിചരണമാണ് അവർക്ക് തരുന്നതെന്ന് നോക്കാറുണ്ട് ഇല്ലേ. അമ്യൂണിറ്റീസ് ഓഫ് കെയർ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാറുണ്ട്. സോ ഇത്തരം കാര്യങ്ങളിലെല്ലാം, ഇത്തരം കമ്പോണൻസ് എല്ലാം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഒരു പേഷ്യന്റ് അവരുടെ ക്വാളിറ്റി ഓഫ് കെയർ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നത്. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ.
ഓക്കെ ശരി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോട് ചോദിക്കാം. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.